ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു പ്രയറുണ്ട്. ഈ കേസിന്റെ പ്രാരംഭവാദവും കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഈ കേസ് ഡിസ്ചാർജ് ചെയ്യാൻ CPC സെക്ഷൻ 227 പ്രകാരം ഒരു പെറ്റീഷൻ മൂവ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. On what grounds? ഫസ്റ്റ് ഓഫ് ഓൾ, ഒരിക്കൽ ശിക്ഷിച്ച കേസ് റീഓപ്പൺ ചെയ്യുക എന്നുള്ളത് അപൂർവങ്ങളിൽ അത്യപൂർവമായേ സംഭവിക്കൂ. ഈ കേസിൽ അതിനുള്ള മെറിറ്റ് ഉണ്ടോ? നോ, നോട്ട് അറ്റ് ഓൾ. പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത് പോലെ ഈ നിൽക്കുന്ന പ്രതികൾക്ക് ആ കുറ്റകൃത്യത്തിൽ യാതൊരു പങ്കുമില്ല. കാരണം സംഭവ ദിവസം ഇവരാരും തന്നെ സംഭവ സ്ഥലത്തിന്റെ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല. ഐ ഹാവ് സോളിഡ് പ്രൂഫ് ടു സബ്സ്റ്റാൻഷിയേറ്റ് ഇറ്റ്. മാർക്ട് എക്സിബിറ്റ് P1 ഒരു വെഡിംഗ് ഇൻവിറ്റേഷൻ ആണ്. കൃത്യം നടന്ന ദിവസം എന്റെ കക്ഷികൾ മൂവരും അതിൽ പങ്കെടുത്തിരുന്നു. വിവാഹം നടന്ന സ്ഥലവും മണ്ഡപത്തിന്റെ അഡ്രസ്സും ഇൻവിറ്റേഷനിലുണ്ട്. അഡ്രസ് ഇല്ലാതെ ഒരു ഇൻവിറ്റേഷൻ ഉണ്ടാകാറില്ല മിസ്റ്റർ നമ്പ്യാർ. എന്റെ വെഡിംഗ് ഇൻവിറ്റേഷനിൽ എന്റെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ജഗദീഷ് ടി നമ്പ്യാർ. ദാറ്റ് വാസ് ഇനഫ്. 4 പേര് അറിയുന്നവന് പേര് തന്നെ അധികം. ഒരാൾ സ്വയം താൻ അഡ്രസ് ഇല്ലാത്തവനാണെന്ന് പറഞ്ഞാൽ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. Mr. Nambiar, proceed with your prayer. Your Honor, the next exhibit P2 is the most important one. അതൊരു ഫോട്ടോഗ്രാഫാണ്. വിവാഹത്തിൽ മറ്റതിഥികളോടൊപ്പം എന്റെ കക്ഷികൾ പങ്കെടുത്തതിനുള്ള പ്രൂഫ്. ആ ഫോട്ടോയിലെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ക്ലോക്കിൽ സമയം 5:30 എന്ന് കൃത്യമായി കാണാം. ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സ്ഥലം കല്യാണ മണ്ഡപം തന്നെയാണെന്ന് തെളിയിക്കാനാണെങ്കിൽ സൈറ്റ് ഇൻസ്പെക്ട് ചെയ്താൽ കോടതിക്ക് തന്നെ ബോധ്യമാകും. കൂടാതെ ഫോട്ടോഗ്രാഫിലുള്ള മറ്റുള്ളവർ കല്യാണത്തിൽ പങ്കെടുത്തവർ തന്നെയെന്ന് ബോധ്യപ്പെടുത്താൻ ആവശ്യമെങ്കിൽ വെഡിംഗ് ആൽബവും നെഗറ്റീവ്സും കോടതിയിൽ ഹാജരാക്കാം. കല്യാണം നടന്ന സ്ഥലത്ത് നിന്ന് കൃത്യം നടന്ന സ്ഥലത്തേക്ക് 350 കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുണ്ട്. കൃത്യം നടന്നുവെന്ന് പ്രോസിക്യൂഷൻ തന്നെ പറയുന്ന സമയത്ത്, അതായത് 7:30 8 ഇടയ്ക്ക് കൃത്യം നടന്ന സ്ഥലത്തേക്ക് 5:30 ശേഷം കല്യാണ മണ്ഡപത്തിൽ നിന്നും ഹെലികോപ്റ്ററിൽ പുറപ്പെട്ടാൽ പോലും എത്താൻ കഴിയില്ല. പിന്നെ എങ്ങനെ എന്റെ കക്ഷികൾ ഈ കേസിൽ പ്രതികളാവും? ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇങ്ങനെയുണ്ടൊരു മനുഷ്യൻ, ഇയാൾ എന്തിനുള്ള പുറപ്പാട്? യുവർ ഓണർ, can I have the exhibits please? Certainly. നമ്പ്യാർ എന്തെങ്കിലും ഒപ്പിക്കുമെന്ന് എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. നമ്പ്യാരുടെ തെളിവുകൾ സ്വീകരിച്ച് കോടതി നമ്മുടെ കേസ് തള്ളിക്കളയോ? തള്ളും. തള്ളിക്കളഞ്ഞു എന്ന് തന്നെ കൂട്ടിക്കോ. നമ്പ്യാരുടെ തെളിവിന്റെ മുകളിൽ ഒരു പരുന്തും പറക്കില്ല. മനസ്സിലായില്ലേ? ആവശ്യമുണ്ടെങ്കിൽ അന്ന് കല്യാണ മണ്ഡപത്തിൽ ഉണ്ടായിരുന്ന സകലരും വരും പ്രതികൾക്ക് വേണ്ടി സാക്ഷി പറയാൻ. വരും, വന്നില്ലെങ്കിൽ വരുത്തും കള്ളസാക്ഷി പറയാൻ. അതിനുള്ള മണി പവറും മസിൽ പവറും നിങ്ങൾക്കുണ്ട്. കള്ളനെ തെങ്ങിന്റെ മുകളിൽ കയറ്റി പെക്യൂലിയർ ഐ വിറ്റ്നസ് ആക്കാനുള്ള കഴിവൊന്നും നിങ്ങൾക്കല്ലാതെ മറ്റൊരു ലോയർക്കും ഇല്ല. യു ആർ ക്വസ്റ്റനിങ് മൈ ഇന്റഗ്രിറ്റി. നീ എന്തുവാണ് ചിരിക്കുന്നേ? ചെകുത്താൻ വേദം ഓതുന്നത് കേട്ടാ ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യും? നീ കരുതിയിരുന്നോടാ, എന്റെ തലയിൽ തൊപ്പി തിരിച്ചു കയറുന്ന ദിവസം നീ വാവിട്ട് സകല ദൈവങ്ങളെയും വിളിച്ച് കരയും. എന്നെ എന്തിനു സൃഷ്ടിച്ചു എന്ന് ചോദിച്ചുകൊണ്ട്. തനിക്ക് എന്താണോ എന്നെ കാണുമ്പോ ചോദിച്ചത്? അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട സാർ, പ്ലീസ് ടേക്ക് മോനെ. ബാലൻ എന്തായി കാണിച്ചത്? അവന്റെ വർത്താനം കേട്ടപ്പോ എന്താ ചെയ്യേണ്ടത് സാർ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കോടതി അവരെ വെറുതെ വിട്ടാലും ശരി, ഞാൻ വെറുതെ വിടില്ല. ഇനിയുള്ള കാലം മുഴുവൻ ജയിലിൽ കിടന്നാലും വേണ്ടില്ല. കോടതി നിയമവും മണ്ണാൻ കട്ട. ചെന്ന് വെട്ടിക്കൊല്ല്. ചെയ്യാൻ പോകുന്നവരെന്തിനാ വിളിച്ചു പോകുന്നത്? കോടതിയിലെ നിയമത്തിലുള്ള എന്റെ വിശ്വാസം എനിക്കിപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. ഇനി 100 കേസ് തോറ്റാലും ശരി, ആ വിശ്വാസം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കുറെ നാളത്തെ അനുഭവം, ഒന്നിനും വിശ്വാസമില്ലാണ്ടായി. സത്യം പറയട്ടെ, എനിക്ക് എന്റെ നിഴലിനെ തന്നെ ഇപ്പൊ വിശ്വാസമില്ലാതെ. ബാലൻ എന്താ അവസാനം പറഞ്ഞത്? എന്റെ നിഴലിനെ തന്നെ വിശ്വാസമില്ലെന്ന്. Give me that photograph. നിഴലിനെ തന്നെ. യുവർ ഓണർ,
The photograph before this honorable court is fake. അത് പ്രതികൾ കല്യാണത്തിൽ പങ്കെടുത്തപ്പോൾ എടുത്ത ഫോട്ടോ അല്ല. പിന്നെ ഞാൻ തെളിവിന് വേണ്ടി ഇത് കെട്ടിച്ചമച്ചു എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? That you ask your conscience. ചെക്ക് പോസ്റ്റിൽ പിടിച്ച വ്യാജ സ്പിരിറ്റ് കോടതിയിലെത്തിയപ്പോൾ പച്ചവെള്ളമായി, ബ്രൗൺ ഷുഗർ മൈദയായി. ഇനി ഞാൻ നിരത്തണോ നമ്പ്യാരുടെ വൈഭവങ്ങൾ? യു ആർ ഡെസ്പെറേറ്റ്. ജയിക്കുമെന്ന് സ്വയം ഉറപ്പാക്കിയ കേസിൽ നിങ്ങൾ തോറ്റു. അതിൽ നിന്നുമുണ്ടായ അമർഷവും വൈരാഗ്യവും കൊണ്ട് നിരപരാധികളായ 3 ചെറുപ്പക്കാരെ കരിവാക്കി ഒരു കള്ളക്കേസ് നിങ്ങൾ ഉണ്ടാക്കി. യെസ്, ഐ എം ഡെസ്പെറേറ്റ്. നിരപരാധിയായ ഒരാൾ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്, നിരാശയുണ്ട്, അമർഷമുണ്ട്. ഇന്ന് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യവുമുണ്ട്. ചാരിതാർത്ഥ്യമുണ്ട് പോലും. നിങ്ങൾ പുച്ഛിക്കും, കാരണം ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയില്ല. അഥവാ അറിഞ്ഞാൽ തന്നെ ആ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടില്ല. യുവർ ഫാദർ മിസ്റ്റർ അനന്തൻ നമ്പ്യാർ വാസ് എ ലേണഡ് കൗൺസിൽ ആൻഡ് എ സെലിബ്രിറ്റി ആസ് എ ജഡ്ജ്, ബട്ട് ഹിയർ ആൻ അൺഫോർച്ചുനേറ്റ് സൺ ആൻഡ് ഇറ്റ്സ് യു മിസ്റ്റർ നമ്പ്യാർ. യു ആർ ജലസ് ടു ദ കോർ മിസ്റ്റർ കുരുവിള. അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കണമെന്ന് മോഹം മാത്രം പോരാ, അറിവ് വേണം, കഴിവ് വേണം, അല്പം ഭാഗ്യവും വേണം. ഇതൊന്നുമില്ലാത്ത ഒരാൾക്ക് ഇത്ര ഹീനമായി പ്രതികാരം ചെയ്യാൻ കഴിയൂ? മിസ്റ്റർ, നിങ്ങൾ ഈ ചെയ്തതൊന്നും ഒരു അഭിഭാഷകന് ചേർന്ന പ്രവൃത്തിയല്ല. നാണവും മാനവും കിട്ടാ തരത്താണ്. മിസ്റ്റർ നമ്പ്യാർ, യു ആർ എക്സീഡിംഗ് ദ ലിമിറ്റ്സ്. നിങ്ങളുടെ ഹിംസ കുറെ ഏറെയായി ഞാൻ സഹിക്കുന്നു. ബെറ്റർ യു കൺട്രോൾ യുവർ സെൽഫ്. സത്യം പറയുമ്പോ ദേഷ്യം വരും മിസ്റ്റർ. തോറ്റു തുന്നം പാടിയവർക്കും വീണ്ടും തോക്കുമെന്ന് ഉറപ്പായവർക്കും ദേഷ്യം താനേ വരും. യുവർ ഓണർ, ഇവരുടെ ഭാഗ്യം ആ ഫോട്ടോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവരുടെ നിർഭാഗ്യം എന്ന് പറയുന്നതാവും ശരി. മനസ്സിലായില്ല? താമസിയാതെ മനസ്സിലായിക്കോളും. ഈ ഫോട്ടോഗ്രാഫിന്റെ ഒറിജിനാലിറ്റി പ്രൂവ് ചെയ്യാൻ 1000 സാക്ഷികളെ കോടതിയിൽ മൊഴി നൽകും. നിങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയാൻ 1000-ഓ 10,000-ഓ പേർ വരും. പക്ഷേ എനിക്ക് ഈ കേസിൽ ഒരു സാക്ഷിയേ ഉള്ളൂ, ഒരേ ഒരു സാക്ഷി. ആ സാക്ഷിയുടെ മുകളിൽ നിങ്ങളുടെ ഒരു പരിന്തും പറക്കില്ല മിസ്റ്റർ നമ്പ്യാർ. 1 against 1000. It won't sell, Mr. Kuruvila. You will be forced to buy, Mr. Nambyar. There is no other go. ഒരു സാഹചര്യത്തിലും നിങ്ങൾ ഈ കേസ് ജയിക്കാൻ പോകുന്നില്ല. സ്വർഗസ്ഥനായ തമ്പുരാൻ ഭൂമിയിൽ ഇറങ്ങി വന്നാലും ഈ കേസ് നിങ്ങൾ ജയിക്കില്ല. Are you so confident? Yes, I am. Sorry, Mr. Nambyar. I challenge it. നിങ്ങൾക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ വക്കീൽ പണി നിർത്തി പോകാൻ തയ്യാറാണോ? ഞാൻ തയ്യാറാണ്. മറിച്ച് നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പബ്ലിക്കായി ഞാൻ നിങ്ങൾക്ക് ക്ഷൗരം ചെയ്യാം. കൃത്യമായിട്ട് അറിയാവുന്ന ഏക ജോലി മറന്നിട്ടില്ലല്ലോ, അതിന് നന്ദി. ചില ടെക്നിക്കാലിറ്റീസ് ഇൻവോൾവ് ആയതുകൊണ്ട് ഈ ഫോട്ടോഗ്രാഫിന്റെ ഒറിജിനാലിറ്റി പ്രൂവ് ചെയ്യാൻ കോടതിയുടെ ഫിസിക്കൽ പ്രസൻസ് സൈറ്റിൽ ആവശ്യമുണ്ട്. മേ ഐ റിക്വസ്റ്റ് ഫോർ ദാറ്റ്? Fix the time and date and inform the court. സർ, ഫോട്ടോയിൽ നിഴൽ കാണുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ നിഴൽ എത്തിയിരിക്കുന്നത്. ഈ ലൈൻ വരച്ചിരിക്കുന്ന അതേ സ്ഥാനത്ത് തന്നെയാണ് പ്രതികൾ ഫോട്ടോയിൽ നിൽക്കുന്നത്. ബാല, Sir. ഇപ്പൊ സമയത്രേ? 11:30. ഇപ്പൊ നിഴൽ എവിടെയാണ്? ഇതെവിടെ? ഫോട്ടോയിൽ നിഴലോ? അവിടെ തന്നെ. അപ്പൊ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് എത്ര മണിക്കാണ്? ഇതേ സമയത്ത് രാവിലെ 11 മണിക്ക് തന്നെ. പക്ഷേ ഫോട്ടോയിലെ ക്ലോക്കിലെ സമയം വൈകിട്ട് 5:30. അപ്പൊ ഈ ഫോട്ടോ പ്രതികൾ കല്യാണത്തിൽ പങ്കെടുത്തപ്പോൾ എടുത്ത ഫോട്ടോ അല്ല. തെളിവുണ്ടാക്കാൻ വേണ്ടി ഒരു കല്യാണ സെറ്റപ്പ് ഉണ്ടാക്കി പ്രതികളെ നിർത്തി മാച്ച് ചെയ്യുന്ന വിധം എടുത്ത ഫോട്ടോയാണ്. ഐ ഹോപ്പ് യു ആർ ഫുള്ളി കൺവിൻസ്ഡ്. Yes. ക്ലോക്ക് തിരിച്ചു വെച്ച് 5:30 11:30 ഫോട്ടോ എടുത്തപ്പോ മുകളിൽ ഒതിച്ചു നിൽക്കുന്നയാളുടെ കാര്യം മറന്നുപോയി. സാമർഥ്യം കൂടിയാലും അബദ്ധമാണ് മിസ്റ്റർ നമ്പ്യാർ. കല്യാണത്തിന് പങ്കെടുത്തവരല്ല ഈ ഭൂമിയിലുള്ള ജനസംഖ്യ മുഴുവൻ നിരത്തിയാലും അങ്ങേരടുത്തൊരു വേലത്തരവും നടക്കില്ല. വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ. ഇനിയും മർഡർ കേസ് ജയിക്കാൻ അവസരം കിട്ടുമെന്ന് പറഞ്ഞ് അന്ന് നിങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചതുപോലെ നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കില്ല. കാരണം അതിന്റെ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് ഏതെങ്കിലും പാവം നിരപരാധിയായിരിക്കും. ഈ കുതന്ത്രവും കുബുദ്ധി ഉപയോഗിച്ച് കേസ് ജയിക്കുന്നതിൽ എന്ത് സാറ്റിസ്ഫാക്ഷനാണ് ഉള്ളത്? നാളെ മക്കൾക്ക് പറയാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു കേസെങ്കിലും മര്യാദയ്ക്ക് വാദിച്ച് ജയിക്കും. ബാല, ഈ മാർക്ക് ലിസ്റ്റും തിരുത്തലും ഒക്കെ പണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നു. പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്, സാർ. ഇല്ലെങ്കിൽ ഇവിടെ പലരും 6ാം ക്ലാസ് പോലും പാസ്സാവുമായിരുന്നു, സാർ. ഓ, ഇനി തൊപ്പി തലേ കയറിയത് തന്നെ. സസ്പെൻഷൻ ഇനിയിപ്പോ ഡിസ്മിസ് ആവും. ഏതായാലും ഒരു കാര്യം ചെയ്യാം,
യൂണിഫോം ഇട്ട് ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെച്ച വല്ലപ്പോഴും കണ്ടോണ്ടിരിക്കാമല്ലോ. ഇവരെ ബാധിച്ചിരിക്കുന്ന രോഗം എങ്ങനെയും ചികിത്സിച്ച് ഭേദമാക്കാം. പക്ഷേ ഇത് ക്യാൻസറാണ്. ഡെഡ്ലി ക്യാൻസർ ടു ഹിംസെൽഫ് ആൻഡ് ടു ദ സൊസൈറ്റി. ചികിത്സയില്ലാത്തത്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി താൻ ധരിച്ച യൂണിഫോമിനെയും വഹിച്ച ഔദ്യോഗിക പദവിയെയും മിസ്യൂസ് ചെയ്ത് ഇയാൾ എത്രയോ നിരപരാധികളെ കുരുതി കഴിച്ചു. തങ്ങളുടേതല്ലാത്ത കുറ്റത്തിന് ആ നിരപരാധികൾ അനുഭവിക്കുന്ന നിരാശയും വേദനയും ഈ സമയത്ത് നാം ഓർക്കണം. അവർ തങ്ങളെ ശിക്ഷിച്ച നീതിപീഠത്തോട് തങ്ങൾ എന്തിനു ശിക്ഷിക്കപ്പെട്ടുവെന്ന് ചോദിച്ചാൽ എന്റെ പ്രൊഫഷനോടുള്ള ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾക്ക് തലകുനിക്കേണ്ടി വരും. വി ഹാവ് നോ ആൻസർ. ഇതുപോലെയുള്ള കാപട്യങ്ങളെ നിയന്ത്രിക്കാൻ ഈ നാട്ടിലെ നിയമത്തിനും സിസ്റ്റത്തിനും സാധിക്കുന്നില്ലെങ്കിൽ ഐ വോണ്ട് ഹെസിറ്റേറ്റ് ടു സേ ദാറ്റ് ദിസ് ലാൻഡ് വിൽ ഗോ ടു ഡോഗ്സ്. വിശ്വാസമുണ്ടെങ്കിൽ അകമുറുകി പ്രാർത്ഥിക്ക് മനസ്സിനെ ബാധിച്ച വിഷമിറങ്ങാൻ. അതിനും കഴിയില്ലെങ്കിൽ ഗെറ്റ് ലോസ്റ്റ് ഫ്രം ദ ഫേസ് ഓഫ് ദ എർത്ത് ഫോർ എവർ. ഒരാളുടെ നഷ്ടം കൊണ്ട് ബാക്കി 92 കോടിക്ക് ഒന്നും സംഭവിക്കില്ല, മറിച്ച് ലാഭമേ ഉണ്ടാവും. My job is over. The rest can be decided by the court. Shall I take leave? As you please. No! Raji! എന്തു പറ്റി? സ്റ്റാർട്ടാകുന്നില്ലേ? ഇറങ്ങി വരണം സാർ. ഡ്രൈവർ ഇങ്ങോട്ടോ. ഒരു ജഡ്ജിയെ ഗൺ പോയിന്റിൽ നിർത്തിയെന്ന് വെച്ച് ഈ രാജ്യത്തെ നിയമത്തെ നിനക്ക് ഗൺ പോയിന്റ് നിർത്താനാവില്ല. അത് കാത്തുരക്ഷിക്കാൻ കറുത്ത ഗവണിട്ട 10,000 ഇവിടെ. വല ഇനി കാര്യങ്ങളൊക്കെ എളുപ്പമായില്ലേ? ജഡ്ജിയല്ലേ പ്രധാന സാക്ഷി. ഓൾ ദി ബെസ്റ്റ്. പബ്ലിക്ക് ധാരാളമുണ്ട്. നമുക്ക് ആ ബെറ്റങ്ങ് നടത്തിയേക്കാം. സ്വർഗസ്ഥനായ തമ്പുരാനെ വെറുതെ കയറി വെല്ലുവിളിക്കരുത്. ധിക്കാരമൊക്കെ ഭൂമിയിലുള്ളവരായിക്കോ, മേലിലെങ്കിലും സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ ജന്മം വെറുതെ പാഴായി പോകും. വരട്ടെ. അതെ, കിട്ടിച്ചു കൊണ്ടുവന്ന് ആലോചന അലസിപ്പോയെന്ന് വെച്ച് നമ്മൾ വെറുതെ ഇരിക്കണോ? കുടിശ്ശിക ഔസഫിച്ചിന്റെ മോള് ഹോം സയൻസുകാരി ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിലും പ്ലാന്റർ കുറുവയുടെ മോൻ തന്നെയാ മാണിക്കുഞ്ഞും. മാണിക്കുഞ്ഞൊരു പെണ്ണിന്റെ കഴുത്തി മിന്നിട്ടിട്ട് മതി അനിയ കുഞ്ഞിന്റെ കല്യാണം. നമസ്കാരം. ജയിലിൽ നിന്ന് ഇറങ്ങി സാറിനെ കണ്ടിട്ടേ കോവിലകത്തേക്ക് പോകുള്ളൂ എന്ന് ഉണ്ണിക്ക് നിർബന്ധം. എന്താ ഇത്? സാറിന് കോടി പുണ്യം കിട്ടും. ഞാൻ എന്റെ ജോലിയല്ലേ ചെയ്തുള്ളൂ.